സ്കൂൾ കുട്ടികൾക്കിടയിൽ കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ എത്തുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. SPC കേഡറ്റ്സിന് അതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. നമ്മൾ ആൻ്റപ്പച്ചേട്ടൻ്റെ മോനില്ലടാ, ഇന്നലെ അവനെ കഞ്ചാവായിട്ട് പോലീസ് പിടിച്ചു. ആര് ജോമിയോ? അവൻ 8-ലോ 9-ലോണ്ടല്ലേ പഠിക്കുന്നത്. +2 പഠിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിനും ലഹരിക്കും അടിമകളാണ്. വെള്ളം ഒഴിച്ചടിക്കേട്ടാ. അടിക്കണമാണ് നല്ലത്. ഹലോ, അതല്ല നേരെ വന്നാൽ മതി. നേരെ अच्छा यही वाला सीन था वो जो स्टार्टिंग में दिखा रहे थे. അകത്തേക്ക് വന്നാൽ മതി. അവിടെ ഒരു ബസ് കട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അതെ. ആ സാർ അവിടെ നിർത്തൂ. ഞാൻ കണ്ടു. ആ ഓക്കെ സാർ. നല്ല വാട്ടർ ഫ്രണ്ട് ഉള്ള സ്ഥലം. അത് ശരി. സാറ് തലമടിക്കാൻ വന്നാണ്. മതി സാറേ, ചുമ്മാ സാറേ ഓടുന്നതിന് മുമ്പ് ഒന്ന് 1 2 3 പറഞ്ഞേ. സാറേ ഗ്ലാസ് അങ്ങ് ഉരിക്കും, അല്ലെ ഓടുമ്പോൾ താഴെ പോകും. പണ്ടത്തെ പോലീസാണെങ്കിലേ ഇടിച്ച് കോഞ്ഞാട്ടിളക്കും. ഇപ്പൊ ജനമൈത്രി ഇവിടെ ഓടിക്കോ. खो गया पानी में. क्या एक्टिंग कर रहा है. कैसे ड्रामा कर रहा है. स्टैंड अप, यू आर अंडर उसको पता ही नहीं चला पुलिस वाला है. ചട്ടില്ല സാറേ, ഞാൻ ഈ പശുവിനെ തീറ്റിക്കണായിരുന്നു. कैसे ड्रामा कर रहा था. एक्टिंग कर रहे सब. उसकी पूरी शर्ट गीली हो गई. ഇവിടെ അടുത്ത് കടവലുണ്ടോ? സോഡ കുടിക്കാൻ. വെള്ളം വേണേ വീട്ടിൽ നിന്ന് കുടിക്കാം. കുറച്ച് ये वही है. വേണ്ട. यही छुपा गई. हाँ ये ऐसे यार. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. अच्छा वैसे ही बैठा हुआ है. अच्छा ये रहा ये तो रहा. पकड़ा ही है. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്റെ അടുത്ത് സാറേ, ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട്. ഒതുക്കത്തിൽ മേടിക്കാൻ നോക്കുന്നോ? പോലീസുകാരൻ്റെ അടുത്ത് അവിടെ സ്ഥലക്കച്ചവടം ഇടിച്ചതിന്റെ സെന്ററൊക്കെ എന്നാ ഉണ്ടോ? कैसा हंस रहा. അതു കണ്ടിട നെഞ്ചിലൊരീണം ദിനമെണ്ണിയൊരുങ്ങണയാനം. കൊളസ്ട്രോൾ കൂട്ടുണ്ടോ? എത്ര കൊളസ്ട്രോൾ ഉണ്ട്? സാമോൻ ഉയിരിൻ കഥയാട്ടം. സാറേ, ആ മറ്റേ വിമൻ മിസ്സിംഗ് കേസിൻ്റെ പരാതിക്കാരനെ ദീർഘക്ഷണം വന്നിട്ടുണ്ട്. വരാൻ പറയും. വരൂ, നിങ്ങളിരി. मिल किसकी वाइफ की. നിങ്ങൾ മാറിക്കടാ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വരുന്ന പുറത്തേക്ക് നൈസ്ലായിട്ടും സംസാരിക്കട്ടെ.
എന്താണ് നിങ്ങളുടെ ഭർത്താവിനുള്ള പ്രശ്നം? അയാൾ മദ്യവെച്ച് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. കള്ളുകുടിക്കൊന്നുമില്ല. ചിലവിന് വരത്തില്ലേ? തരും. വേറെ സ്ത്രീകളായിട്ട് എന്തെങ്കിലും ബന്ധം? അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് മറ്റേതെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ചുരുക്കം പറഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല. അയാളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. നിങ്ങൾ ഈ കുഴപ്പങ്ങൾ ഒപ്പിച്ചിട്ടും തിരിച്ചു വന്ന് സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് അയാൾ പറയുന്നത്. കൂടെ ജീവിക്കാൻ അത് ശരിയാവില്ല സാർ. മാനസികമായിട്ട് എനിക്കൊരു പൊരുത്തമില്ല. കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് മറ്റവരോട് പ്രണയം അല്ലേ? സാറിനെ നിർബന്ധിക്കേണ്ട സാറേ. എങ്ങനെയെങ്കിലും കേസൊന്ന് ഒഴിവാക്കി തരണം സാറേ. സർ, അവരുടെ വിളിക്ക് പറയത്തുള്ളൂ. ഞാൻ ഇവരോട് സംസാരിച്ചു. നിങ്ങളുടെ കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. സാറേ, ഇന്നേ അവരെ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞ് തിരുത്താനും ഞാൻ തയ്യാറാണ് സാർ. കാര്യം അതൊന്നല്ല. ഇവൾക്ക് അവനോട് പ്രണയം, അതന്നെ കാര്യം. അവൾക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് സന്തോഷമെങ്കിൽ കുഴപ്പമില്ല സാറേ. പക്ഷേ എനിക്ക് എൻ്റെ മോളെ വേണം. മോളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ. അത് ശരിയാവത്തില്ല സാറേ. സിന്ധു, നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പോക്കോ, പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം. കൊച്ചിന് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. എനിക്ക് മേലും കീഴും ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ മുമ്പിലിരുന്ന് വെല്ലുവിളിയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ നോക്കിയിട്ട് ഇയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചു നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ശരി, ഞാൻ ഇയാൾക്ക് വിട്ടു കൊടുക്കും. സമ്മതം സാറേ. കൊച്ചിനെ കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല സാറേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവണം. എങ്ങനെയാണ് നമ്മളൊരു ഒത്തുതീർപ്പിനെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ രണ്ടുപേരുടെ ഭാഗം ചിന്തിക്കണ്ടേ? ഒരു വിട്ടുവീഴ്ചയുടെ സംസാരിക്കണം. എന്താണ് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല കൊച്ചിനോട് ജീവിക്കണം എന്നുള്ളത്? അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചൊരു ഒത്തുതീർപ്പ് പറയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചമ്മയുടെ കൂടെ, ശനി ഞായർ അച്ഛൻ്റെ കൂടെ. ഇത് സമ്മതാന്ന് പറയാൻ എഴുതി ഒപ്പിട്ട് വെക്കോ. കൊച്ചങ്ങേരുടെ അല്ല സാറേ. उसकी बेटी भी नहीं है वो. കൊച്ചു സങ്കടന്റെ. अच्छा, अरे से मालूम नहीं था. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. നിങ്ങളുടെ പറ. അത് നിന്റെ കൊച്ചാണോ? എന്നിട്ടാണോ മാറി കഴിഞ്ഞ 5 കൊല്ലം അവനെ വളർത്താൻ കൊടുത്തത്? എടീ, വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്. നീ ഓർമ്മയിൽ വെച്ചോ. ഇറങ്ങി പോടി. अभी तो कैसी हो? ഗുഡ് ഗുഡ്. കമ്മീഷണർ എ സിക്ക് ഇൻവൈറ്റ് ചെയ്തായിരുന്നോ? എ സി ക്ഷണിച്ചു, കമ്മീഷണറെ കാണാം സാർ. അത് ശരി. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ശരിടാ. Sit Benita Dominic. Nice name. What you doing? സാർ ഫൈൻ ആർട്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. Good. സാർ ഫാമിലി ആയിട്ട് വരണം. Sure. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നത് സാർ. എത്ര ദിവസം ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്? സാർ ഒരു 1 വീക്ക്. Station house officer cannot be spared for so long, man. സാർ കല്യാണമാണല്ലോ. One second. Hello? Yeah, John? What? വീട്ടിലാരുണ്ടായിരുന്നു? മകനും മരുമോളും?
ഇതെന്നാ നടന്നത്? ഓക്കെ, ഐ വിൽ ടേക്ക് കെയർ ഓഫ്. ഡോണ്ട് വറി. ടേക്ക് കെയർ. ബൈ. Biju, Sir. Call was from Panambali Nagar. There's a theft case. You just go and find out. I'll send you the telephone number and address. ഞാൻ ഇന്നലെ സാർ ഇന്നലെ പോയി. Do that. ഓക്കെ ശരി, താങ്ക് യു സാർ. Anyway, wish you a happy married life to you and Benita Dominic. All the best. എന്നാണ് സ്വർണം കാണാതെ പോയത്? ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് സംഭവം മിസ്സിംഗ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ സാധാരണ സ്വർണ്ണമൊന്നും അങ്ങനെ ഇടാറില്ല. ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു, അവർ പക്ഷെ നിർത്തിപ്പോയി. അവരെന്ത് പറഞ്ഞാണ് പോയത്? ലാസ്റ്റ് അവർ ഉച്ചയാകുമ്പോഴേ ആരോ കാണണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അന്ന് അവർ നെട്ടൂര് പോവാന്നല്ലേ പറഞ്ഞത്? ആക്ച്വലി ഒരു നെട്ടൂര് എന്തോ പോണെന്ന് പറഞ്ഞിട്ടാ പോയതെന്ന്. പിറ്റേ ദിവസം ഇവളുടെ മൊബൈലിലേക്ക് ആ സ്ത്രീയുടെ ഒരു മെസ്സേജ് വന്നിരുന്നു, അവരുടെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു. പിന്നെ വേറെ കോണ്ടാക്ട് ഒന്നും ഇല്ല. നിങ്ങൾ അവസാനമായി സ്വർണം കണ്ടു എന്ന് പറയുന്നത് ഈ സ്ത്രീ പോയതിനു ശേഷം? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടിജോ എന്ന് പറഞ്ഞത്, പുള്ളിയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ലാസ്റ്റ് യൂസ് ചെയ്തത്. അറൌണ്ട് 27th മെയ്ഡ് ആക്ച്വലി തിരിച്ച് പോയത്. ഉച്ചയ്ക്കാണ് അവർ പോയത്. ഏത് റൂമിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്? മാസ്റ്റർ ബെഡ്റൂമിൽ. വരും നോക്കാം. ഈ റൂമിൽ വേറെ ആർക്കൊക്കെ ആക്സസ് ഉണ്ട്? സാധാരണ മുമ്പൊക്കെ സെർവൻറ്റ് വരുമായിരുന്നു ക്ലീൻ ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പൊ സെർവൻറ്റ് ഇല്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കസിൻസ് വരും, പക്ഷെ ആരും കബോർഡൊന്നും അങ്ങനെ തുറക്കാറില്ല. ആ സെർവൻ നമ്പർ ഒന്ന് പറയും. ഇതായിരുന്നു അവർ ലാസ്റ്റ് അയച്ച മെസ്സേജ്, അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. അതെ സാറേ, അതെ. അവിടെ നേരെ വരുമ്പോൾ ഡെഡ് എൻഡ് ചെയ്യുന്നു, റൈറ്റിലേക്ക്. 2 മിനിറ്റ്. ആരാണ്? എന്താ? ഞാൻ ബിജു പൗലോസ്, ടൗൺ എസ് ആണ്. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്താ സാറേ, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നേ. അല്ല, സാറുമാര് വന്നതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതെ, ഞങ്ങൾ നിന്റെ ചേട്ടനെ കാണാനോ നിന്റെ പെണ്ണ് കാണാനോ വേണ്ടിയിട്ട് വന്നതല്ല. നീ സ്കൈലാൻഡ് അപ്പാർട്ട്മെന്റിൽ 7A ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഓല്ല സാറേ, നിന്നായിരുന്നു. അവിടുന്ന് 15 പവന്റെ സ്വർണ്ണ കളവ് പോയിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോ അത് നീയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ, അവർക്ക് കേസിനും പരിപാടിക്കൊന്നും താല്പര്യമില്ലെന്നാ പറഞ്ഞത്. ദേ കേട്ടല്ലോ, അവർക്ക് കേസിന് വയ്യവേലിക്കുന്ന പോകാൻ യാതൊരു താല്പര്യമില്ല. ഞങ്ങള് പാവങ്ങളെ പറ്റി എന്തിനാ സാറേ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് കള്ളനാക്കിയാൽ മതിയോ? എന്താ ഇത്, അത്താഴത്തിന് വെച്ചിട്ട് നല്ലതായിരുന്നു. മര്യാദക്കാണെങ്കിൽ മര്യാദ. ആണുങ്ങളില്ലാത്ത സമയത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി മറുപടി പറ. നീ എന്നാണ് ഈ പറയുന്ന ഫ്ലാറ്റിൽ അവസാനമായി ജോലിക്ക് പോയത്? 2-3 മാസമായിട്ടുണ്ടാവും. അവസാനത്തെ ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങി. ഉച്ചയ്ക്ക്? ഞാനെന്ന് ഓർക്കണില്ല സാറേ. നീ അന്ന് നെട്ടൂര് പോവാണെന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ശരിയാ സാറേ, നെട്ടൂര് പോയായിരുന്നു. ഇപ്പൊ ഓർമ്മ കിട്ടിയില്ലേ? നെട്ടൂർ എന്തിനു പോയതാ? ഞാൻ നെട്ടൂർ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. എന്നിട്ട് കൂട്ടുകാരിനെ കണ്ടോ? അവളവിടെ ഇല്ലായിരുന്നു സാറേ. എന്നിട്ട് നീ എന്ത് ചെയ്തു? പിന്നെ വീട്ടിലേക്ക് പോന്നു. നേരെ വീട്ടിലേക്ക്? നേരെ പോന്നു. വേറെ എവിടെയെങ്കിലും പോയോ? ഇല്ല സാറേ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോ എങ്ങനെ ഓർമ്മ കിട്ടിയാലോ. വേറെങ്ങ് പോയില്ല സാറേ. നീ അന്ന് ഉച്ച കഴിഞ്ഞ് നെട്ടൂര് പോയിട്ടില്ല? ഇല്ല സാറേ, പോയി. ഞാൻ പറയുന്നു, നീ അന്ന് ഉച്ച കഴിഞ്ഞ് പോയത് മെറൈൻ ഡ്രൈവിലേക്കാണ്. നിനക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല സാറേ, ഞാൻ മെറൈൻ ഡ്രൈവിൽ പോയിട്ടില്ല. നീ അന്ന് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. വിശ്വാസമില്ല അല്ലേ? കാണണോ? മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. സാർ, ഈ നമ്പറാണ്. 90378
24785. ഇത് മാഡത്തിന്റെ നമ്പറാണോ? അതെ സാറേ. അതല്ലേ. 27 ജൂൺ 2015. അതായത് നീ അവസാനമായിട്ട് ആ ഫ്ലാറ്റിൽ ജോലിക്ക് പോയ ദിവസം. 2 മണിക്ക് നീ പനമ്പിളി നേർ, 2:30 നീ മറൈൻ ഡ്രൈവ്. സാറേ, ഈ മറൈൻ ഡ്രൈവിൽ ഒരു ജ്വല്ലറിയിൽ നിന്ന് വൈകിട്ട് 2 തവണ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. നീ നെട്ടൂരുണ്ടായിരുന്നു. സാറേ, ഡബിൾ റോളാ. ഇതിനെക്കുറിച്ച് ഭവതിക്ക് എന്താണോ പറയാനുള്ളത്? ഞാനൊരു സ്വർണ്ണം എടുത്തിട്ടില്ല സാറേ. ദേ, എന്താ സാറേ, നീ ഏതാ? ഇത് എന്റെ വീടാ സാറേ. എന്താ നിന്റെ പേര്? രാജേന്ദ്രൻ. നിന്റെ പണി എന്താ? കൂലിപ്പണിയാ സാറേ. അപ്പൊ രാജേന്ദ്രോ, ഞങ്ങൾ വന്നതെന്തിനാന്ന് വെച്ചാലേ, നിന്റെ പെണ്ണുമ്പുള്ള വീട്ടുവേലയ്ക്ക് എന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരു 10-15 പവന്റെ സ്വർണ്ണങ്ങൾ പോയി. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? കെട്ടിയോനും കെട്ടിയോലും നിങ്ങൾ തിരിച്ചു തരല്ലേ? ഇവിടെ വീട്ടുവേലയ്ക്ക് പോയെന്നോ? സാറിന് ആള് മാറിയതാ. ഞാൻ ജീവനോടുള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. എന്താണ് രണ്ടുപേരുടെ പോലീസുകാരെ പൊട്ടന്മാരൊക്കെയാണോ? ഞാൻ വീട്ടുജോലിക്ക് പോയെന്നുള്ളത് നേരാണ്. എപ്പോ എപ്പോഴാണ് ഞാൻ അറിയാതെ നീ വീട്ടുജോലിക്ക് പോയത്? ഞാൻ കുടുംബശ്രീയുടെ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് നീ ആരോട് ചോദിച്ചിട്ടാടി? എന്നോട് ചോദിച്ചോ? ചോദിച്ചാ ചേട്ടൻ എന്നെ വിടത്തില്ലായിരുന്നു. ചേട്ടൻ വിടത്തില്ലായിരുന്നു. അപ്പോ ഞാൻ ചേട്ടൻ അറിയാതെ വീട്ടുവേലയ്ക്ക് പോയി. വീട്ടുവേലയ്ക്ക് പോയതിനാ മോട്ടിക്കാൻ. നിന്റെ പെണ്ണുമ്പുള്ള ഫ്ലാറ്റിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി അത് മെറൈൻ ഡ്രൈവിൽ കൊണ്ട് വിറ്റു. പിറ്റേ ദിവസം മുതൽ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് പണിയും നിർത്തി. ഇവളുടെ അമ്മേ? ഇവളുടെ അമ്മ മരിച്ചിട്ട് 10-18 കൊല്ലായി. ആഹാ. സാറേ, പിള്ളേര് പള്ളിക്കൂടത്തുനിന്ന് വരാറേ. അത് നിങ്ങളിത് കണ്ട ചോദ്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം. പിള്ളേരെ കാണക്കടാ, അവരുടെ അമ്മയുടെ വീരകൃത്യങ്ങൾ. നീ മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ നിന്റെ കെട്ടിയവനെയും പിള്ളേരെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് പിള്ളേരെ ഞാൻ ജുവനൈൽ ഹോമിൽ അടയ്ക്കും. എടി പറയടി, എടുത്തുണ്ടെങ്കിൽ പറ. എടുത്തോലിയോ? പിള്ളേര് വരുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോയിക്കോ സാറേ, ഞാൻ എടുത്തതാ. അതാണ്. എന്നിട്ട് നീ ആ സ്വർണ്ണം എന്ത് ചെയ്തു? മറൈൻ ഡ്രൈവില് ഫാഷൻ ജ്വല്ലറിയിൽ വിറ്റ്. പൈസയോ? പിള്ളേർക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ കൊടുത്തു. പിന്നെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. എടാ, ഇവിടെ കുടുംബശ്രീ പൈസ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചോ സാറേ? ഞാൻ പറഞ്ഞു സാറേ, കുടുംബശ്രീന്ന് ലോൺ കിട്ടിയതാണെന്ന്. കാര്യം 4-5 മാസമായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല സാറേ. കാലിലൊരു സ്ലാബ് വീണേ, പിന്നെ ഒരു നെഞ്ചുവേലി. എന്തു വെച്ച് കുടുംബം പോറ്റാൻ മോഷ്ടിക്കൊന്നും വേണ്ട സാറേ. ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാ, അധ്വാനിച്ച്. സാറിനറിയോ KPC ഗ്രൂപ്പ്? ഹലോ സാറേ, ബിജു പോലീസ് സാറേ. സാറേ, സാറ് പറഞ്ഞ ഗോൾഡ് തെഫ്റ്റ് കേസിലെ പ്രതി കിട്ടി. പ്രതി കൺഫസ് ചെയ്തു സാറേ. ഗുഡ് വർക്ക്, ഗുഡ് വർക്ക്, വെൽ ഡൺ. ആ കോൺട്രാക്ടർ കൂടെ 12 കൊല്ലം പണിയെടുത്താ. അവര് പുറത്തു പോകുമ്പോ വീട് പൂട്ടിയിട്ട് താക്കോല് എന്നെ ഏൽപ്പിച്ചിട്ടാ പോവാറ്. ഒരു മുട്ടുസൂചി പോലും പോയിട്ടില്ല സാറേ ഇതുവരെ. കൺഫ്യൂസ് ചെയ്തല്ലോ അല്ലേ? അവര് കൺഫ്യൂസ് ചെയ്തു സാറേ. എടാ, പേരാന്തൂർ സെർവന്റ് തെഫ്റ്റ് കേസ് കാരണം തന്നെ നമ്മുടെ പോലീസിന്റെ മാനം പോയിരിക്കുകയായിരുന്നു. ഇതിപ്പോ നന്നായി. റിക്കവറി പ്രോപ്പർട്ടി. ശരി സാറേ, ഇന്നലെ ഓക്കെ സാർ. സുബരെ, ആ റിക്കവറി കൂടെ റെഡി ആവും. ശരി സാർ. സാറേ, ഈ ചുടൻ പോലീസൊക്കെ ഉണ്ടേ. ഇപ്പൊ എന്താ ചെയ്യല്ലേ? ट्रॉफीज है उसकी. ഞങ്ങൾ ഈ ഉത്സവത്തിനെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ കൂടി ഒന്നും വേണ്ടെന്നേ പറയാമല്ലോ സാറേ. ഞങ്ങൾക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും സാറേ. എന്താണേലും സത്യസന്ധമായി ജീവിക്കണം എന്നാണ് അച്ഛൻ എപ്പോഴും പറയാറ്. പക്ഷെ ഇതിപ്പോൾ അമ്മ എന്തെങ്ങനെയാ ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല സാറേ. മോളെ, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ പ്രോപ്പറായിട്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തെന്നുള്ളൂ സാറേ. അപ്പം അമ്മയുടെ പടം പത്രത്തിലൊക്കെ വരുമോ സാറേ? ഹലോ സാറേ, അത് വേറൊന്നുമില്ല സാറേ. നമ്മുടെ ആ സ്ത്രീയുടെ മകളുണ്ടല്ലോ,
SH സ്കൂളിലെ പ്ലട്ടൂൺ ക്യാപ്റ്റൻ ശാലിനിയുടെ അമ്മയാണ് സാറേ. ഇവിടെ പിള്ളേരൊക്കെ അങ്ങനെ കരച്ചിലാണ് സാറേ. എടാ തെഫ്റ്റ് കേസ് അല്ലേ, അവര് കൺഫ്യൂസ് ചെയ്തതുവാ. നമ്മൾ ഈ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഓക്കെ സാർ. വാ ഒരുക്കൊണ്ടോ. അവർ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്താം. ആ കംപ്ലൈൻറ്റ് വിളിച്ചു വരുത്തുക. സാർ